ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു അടിപൊളി സ്ഥലം പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ആലപ്പുഴ കുട്ടനാട്ടൊക്കെ എത്തിപ്പോയിന്ന്. എന്നാൽ ഞാൻ ആലപ്പുഴയിലൊന്നും പോയിട്ടില്ല, കൊച്ചി തന്നെയാണുള്ളത്. കൊച്ചിയിലെ കുട്ടനാട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതായത് കടമുകുടി ഐലൻഡ്, അവിടേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കടമുകുടി ഐലൻഡ്. കണ്ടില്ലേ, 4 വശവും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കായൽ. എന്ത് ഭംഗിയല്ല കാണാൻ. ശരിക്കും സത്യം പറഞ്ഞാൽ വൈകുന്നേരവും പുലർച്ചെയൊക്കെ ഈ വഴി യാത്ര ചെയ്ത് വരണം. അപ്പോൾ വേറെ തന്നെ ഒരു പൊളി വൈബ് തന്നെ ആയിരിക്കും. പലരും പറഞ്ഞു കേട്ടിട്ടാണ് ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതുപോലത്തെ കാഴ്ച തന്നെയാണ് ഈ കടമുകുടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണവും, കായൽ മത്സ്യങ്ങളടങ്ങിയ രുചികരമായ നല്ല ഭക്ഷണവും ഈ കടമുകുടിയിലെത്തിയാൽ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന് നോക്കാം. എനിക്കറിയില്ല. നമുക്ക് കാഴ്ചകൾ കണ്ട് കടമുകുടിയുടെ കഥകളൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. പ്രകൃതി ഒളിപ്പിച്ചൊരു സുന്ദര ഭൂമി എന്ന് പറയാം അല്ലേ? അങ്ങനെ തന്നെ പറയാം. കൊച്ചിയിലെ ഒരു സുന്ദരി, കൊച്ചിയുടെ ഒരു സുന്ദരി എന്ന് പറയാം. ഇന്നൊരു 8 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കടമുകുടി ഉള്ളത്. ഞങ്ങളങ്ങനെ വരാപ്പുഴ വഴിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആദ്യം മനസ്സിൽ വരുന്നത്? കുറേ തിരക്കും ട്രാഫിക്കും ഒക്കെ ഉള്ളതാണ്. ആ തിരക്കിൽ നിന്നെല്ലാം ഒന്ന് മാറി റിലാക്സ് ചെയ്യാൻ ഇതുപോലെ കൊച്ചിക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത്. എന്തായാലും കൊള്ളാം, അടിപൊളി സ്ഥലം തന്നെ. കടമുകുടി ഐലൻഡ് എന്ന് പറയുന്നത് ഒരു കുട്ടനാട്ടിൻ്റെ വൈബ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും കടമുകുടിക്കും കുറേ കഥകളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും കാഴ്ചകൾ കാണുന്നതിനൊപ്പം നമുക്ക് അതൊക്കെ പറഞ്ഞിങ്ങനെ പോവാം. വേമ്പനാട്ട് കായലിൻ്റെ നടുവിലായിട്ടാണ് ഈ സുന്ദരഭൂമി ഉള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത്. കായൽ ഞണ്ടും ചെമ്മീൻ കെട്ടുകളും പൊക്കാളിപ്പാടങ്ങളും എല്ലാമാണ് ഈ കടമുകുടിയെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞുള്ള കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഇടം തന്നെയാണ്. അപ്പോൾ കടമുകുടിയുടെ കഥ എന്ന് പറയുന്നത് കടന്നാൽ കുടുങ്ങി എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് എന്ന് പറയുന്നത്. അതായത് 1341 ഒരു വെള്ളപ്പൊക്കത്തിൽ കൊച്ചി അഴിമുഖത്തിൻ്റെ രൂപീകരണ സമയത്താണ് കടമുകുടി ഉണ്ടായതെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഇന്ന് കാണുന്ന പോലത്തെ ഈ 4 വശത്തും വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ബോട്ടുകളും ചെറിയ വഞ്ചികളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിപ്പെടുന്ന ആളുകൾ കുടുങ്ങി, അതാണ് കടന്നാൽ കുടുങ്ങി എന്നുള്ള പേര് അങ്ങനെ ആയിരിക്കാം വന്നത്. അവർക്ക് പുറത്തേക്ക് പോകാൻ കുറച്ച് പ്രയാസകരമായിരുന്നിരിക്കാം, അതായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നത്. പിന്നീട് കടമുകുടിയായി മാറി. പിന്നീട് അത്
ഒട്ടേറെ തട്ടുകടകളുണ്ട്. അങ്ങനെ നമ്മൾ ഒരു തട്ടുകടയിൽ കയറാം എന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടുത്തെ രുചി നമുക്ക് അറിയണമല്ലോ. ഇവിടെ ഒരു ചേച്ചിയുടെ കാന്താരി തട്ടുകടയിലാണ് നമ്മൾ നിർത്തിയത്. നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കാം. മീൻകറി ഉണ്ട്. ഓക്കെ, എന്താണ് പറഞ്ഞത്? മീൻകറി. ഏത് മീനാണ്? ചേച്ചിയുടെ സ്പെഷ്യലായിട്ട് താറാവ് കറിയാണ് പറയുന്നത്. പിന്നെ ഫിഷ് കറി ഉണ്ട്, കപ്പയുണ്ട്, അപ്പമുണ്ട്. അപ്പോൾ നമ്മൾ താറാവ് കറിയും കപ്പയും അപ്പമൊക്കെയാണ് തട്ടുകടയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആദ്യമേ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് ചേച്ചി എന്തായാലും ഉണ്ടാകും, ചേച്ചിയുടെ ഭക്ഷണങ്ങളും ഉണ്ടാവും. അപ്പോൾ വയറ് നിറച്ച് കഴിച്ച് നിങ്ങൾക്ക് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് കുറേ നടന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഒരു വരമ്പത്തൂടെ നടക്കുകയാണ്. രണ്ട് സൈഡിലും വെള്ളമാണ്. അപ്പോൾ ഇതൊക്കെ ഇറങ്ങാൻ പറ്റുന്ന പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ. ഇവിടെയൊക്കെ നെൽകൃഷിയും മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ വെള്ളമാണ്, അതും മാറിക്കഴിഞ്ഞാൽ അവർ നെൽകൃഷി ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മത്സ്യകൃഷി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ ബണ്ടായിട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ, അത് നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ ചെമ്മീൻ കൃഷിയും മത്സ്യകൃഷിയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടന്നു പോവുകയാണ്.
കുറേ പേര് കുളിക്കുകയാണ്. ഇതിവിടെയുള്ള ആളുകൾ തന്നെയാണ്. ഈ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കക്കയും വാരുന്നുണ്ട്. കൊട്ടകളിൽ ഇങ്ങനെ നിറച്ച് വെച്ച് തോണിയിൽ ആക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. രാവിലെയും ഒരു വൈകിട്ട് ഈവനിങ് ഈ ഒരു ടൈമൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പുകുടിയിൽ വരേണ്ടത്. അപ്പോഴേന്ന് അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ആയിരിക്കും, നമുക്ക് ഈ സ്ഥലം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും നമുക്ക് ആസ്വദിച്ച് വരാം. പിന്നെ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാനാണെങ്കിൽ ഈ ടൈമിൽ തന്നെ നമ്മൾ വരണം. അങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. നിങ്ങൾക്ക് ഞാൻ വേറെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. പല ആൾക്കാരും എൻ്റെ 2 വീഡിയോ ഇറങ്ങിയപ്പോൾ പല ആൾക്കാരും ചോദിച്ചു ആരാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഒരു മദാമേനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ മദാമ. ഹലോ കൊത്തമ്പാരി വ്യൂവേഴ്സ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയാം. ശ്രുതിയുടെ ഈ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിനോന്ന് ഒരു ഡൗട്ടുണ്ട്. ഞാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ